വിശുദ്ധ ഖുർആനിൽ 25 അധ്യായങ്ങളിലായി 69 ഇടങ്ങളിൽ പരാമർശിച്ച പ്രവാചകനാണ് ഖലീലുല്ലാഹ് എന്ന് അല്ലാഹു വിശേഷിപ്പിച്ച മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ജീവിത വഴിയിലെ തീക്ഷ്ണമായ പരീക്ഷണങ്ങളെ ത്യാഗസന്നദ്ധതയോടെയും പൈശാചിക പ്രലോഭനങ്ങളെ തിരസ്കരിച്ചുമാണ് ഇബ്രാഹിം നബിയും കുടുംബവും ചരിത്രത്തിൽ ഇടം നേടിയത്. ആ അർപ്പണബോധത്തിന്റെയും ത്യാഗസന്നദ്ധതയുടെയും വിജയാരവങ്ങളാണ് തക്ബീറിന്റെ അമരധ്വനികളായി അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കേൾക്കുന്നത്. ഉടനെ കഴുത്തെന്റേതറുക്കു ബാപ്പാ, ഉടയോൻ തുണയില്ലേ നമുക്കു ബാപ്പാ. ആറ്റക്കനി മോനേതാ നിന്നെ പോ ഏറ്റം സുഖമെന്റെ മനസ്സിലിപ്പോ. ഇബ്രാഹിം നബി തന്റെ പ്രിയതമയെയും പൊന്നുമോനെയും കാണാൻ വരും. അവനോടൊപ്പം ജീവിതത്തിന്റെ സായം സന്ധ്യയിൽ പിറന്ന കണ്ണിന് കുളിരായ ആ പൊന്നുമോനോടൊപ്പം കളിച്ചും ചിരിച്ചും അവനെ ചേർത്ത് പിടിച്ച് അവന്റെ നെറുകയിൽ ഉമ്മ വെച്ചുമൊക്കെ വളരെ സന്തോഷത്തോടെ ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോവുകയാണ്. ഒരു ദിവസം വലിയൊരു ഹൃദയഭാരവുമായിട്ടാണ് ഇബ്രാഹിം നബി വന്നത്. എന്നിട്ട് മോനെ വിളിച്ചുകൊണ്ട് പറയുന്നത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തു സ്വാഫാത്തിലെ 102-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഖാലയാ ബുനയ്യ ഇന്നി അറാഫിൽ മൻഹം, ഓ പൊന്നുമോനെ ഞാനൊരു സ്വപ്നം കണ്ടിരിക്കുന്നു. ഇന്നി അസ്ബഹുക ഫൻദുർ മാദാ തറ, നിന്നെ അറുക്കുന്നതാണ് മോനെ ഞാൻ സ്വപ്നം കണ്ടത്. ആ കണ്ടതിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ആ പൊന്നുമോന് പറയുന്നുണ്ട്, ഖാലയാ അബത്ത് ഇഫ്അൽ മാ തുഅ്മറൂൻ, പാപ്പാ അങ്ങയോട് കൽപ്പിച്ചതെന്തോ അതങ്ങ് പ്രവർത്തിക്കുക. സതജിദുനി ഇൻഷാ അല്ലാഹു മഅസ് സ്വാബിരീൻ. അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. തക്ബീർ മുഴക്കിക്കൊണ്ടറുക്കു ബാപ്പാ, തൗഫീഖുടയോനോടടുക്കു ബാപ്പാ. ക്ഷമാശീലരിൽപ്പെട്ടവനായിക്കൊണ്ട് നാളെ അങ്ങേക്കെന്നെ കണ്ടേക്കാം. ആ പൊന്നുമോന്റെ മറുപടി ആ ഉപ്പയുടെ മനസ്സിൽ സന്തോഷം വിളയിച്ചേക്കാം. അത് കേട്ട് ഞെട്ടിത്തെറിച്ചില്ല ഈമാൻ, അത് കേട്ട് പൊട്ടിക്കരഞ്ഞില്ല പൂമാൻ. ഇസ്മായിലോട് പറഞ്ഞോ ഖലീല്, ഇറയോന്റെ കൽപ്പനയ്ക്കില്ല ബദല്. പൊന്നുമോന്റെ മറുപടി പൊട്ടിച്ചിരിച്ചു പറയുന്നു മുത്ത്, വെട്ടിത്തെറിപ്പിക്ക് ബാബാ കഴുത്ത്. ഇരുപേരുമൊത്ത് നടക്കുന്നുമല്ലേ ഇറയോൻ വിധിക്കായി ബലിക്കല്ലുകൊള്ളെ. നാം മഹത്തായ ഒരു ബലിമൃഗത്തെ നൽകിക്കൊണ്ട് ആ ബാലനെ മോചിപ്പിച്ചു. വതറക്നാ അലൈഹി ഫിൽ ആഖിരീൻ, അദ്ദേഹത്തിന്റെ സൽകീർത്തി പിൻതലമുറക്കാരിൽ എന്നെന്നും അവശേഷിക്കട്ടെ. സലാമുൻ. ഈ ചരിത്രം മരണം നിലനിർത്തിക്കൊണ്ടാണ് നാം ഉളുഹിയത്ത് കർമ്മം നിർവഹിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിവുള്ളതാണ്. ഹജ്ജിന്റെയും പെരുന്നാളിന്റെയും ഉൾവിളി ഈ ചരിത്രങ്ങൾ തന്നെയാണ്. ആ അർപ്പണബോധത്തിന്റെയും ത്യാഗസന്നദ്ധതയുടെയും വിജയാരവങ്ങളാണ് തക്ബീറിന്റെ അമരധ്വനികളായി അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കേൾക്കുന്നത്.